ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുന്നവരാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളത് വിശുദ്ധന്മാർക്കാണ്. അതാണ് ഭാഗ്യാവസ്ഥ. വിശുദ്ധന്മാരെല്ലാവരെയും ആർക്കും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് കിട്ടുകയില്ല. ഈ സമയമെല്ലാം ദൈവം നമുക്ക് ദാനമായി തരുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നാം പങ്കുള്ളവരാകുന്നുണ്ടോ എന്നറിയാനാണ്. അതിനുവേണ്ടി ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന മനോഹരമായ സമയം കൃപായുഗം. കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഈ കാലം, ഓരോ പാപിയോടും കർത്താവ് മനസ്സലിയുന്ന കാലം. കർത്താവിൻ്റെ തിരുവിലാവ് തുറന്നു കിടക്കുന്നു. കർത്താവിൻ്റെ കൈകളിലെയും കാലുകളിലെയും ആണിപ്പഴുതുകളെല്ലാം നഗ്നമായി ആർക്കും കാണാത്തതുപോലെ തുറന്നു കിടക്കുന്നു. ഓരോ പാപിയുടെയും അരികിൽ വന്ന് നിന്നുകൊണ്ട് കർത്താവിനെ ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്നു.
ആ സ്നേഹത്തിൻ്റെ സ്വരം നാം കേൾക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ ഗംഭീരനാദമോ കാഹളനാദമോ നാം കേൾക്കുകയില്ല. നാം ആ ഭാഗ്യാവസ്ഥയിലേക്ക് വരികയില്ല. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ നമുക്ക് പങ്ക് കിട്ടുകയില്ല. അതിനായി ഒരുങ്ങേണ്ടതായ മനോഹരമായ സമയം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് അതിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയും: എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. വിശ്വസ്തനായ ദൈവം, നമ്മെ ഓരോരുത്തരെയും ലോകാരംഭങ്ങൾക്ക് മുൻപേ കണ്ടവനായ ദൈവം, നമ്മെ ഓരോരുത്തരെയും കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിച്ചവനായ ദൈവം, ആ ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേൾക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരായ നമ്മെ ഓരോരുത്തരെയും ഒരാശയോടെ നോക്കുന്നു. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? അനേകർക്ക് ഈ പ്രത്യാശയില്ല. അനേകർ തല കുമ്പിട്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഗതി വന്നു പോയല്ലോ, ഞാനിങ്ങനെയായിപ്പോയല്ലോ, എനിക്കൊരു ജയജീവിതമില്ലല്ലോ, എനിക്ക് കടമാണല്ലോ, എനിക്ക് രോഗമാണല്ലോ, എനിക്ക് ഭാരമാണല്ലോ. ഈ ലോകത്തിലെ വ്യർത്ഥമായ കാര്യങ്ങളിലേക്ക് മനുഷ്യൻ നോക്കി തല കൊമ്പിട്ട് അവൻ്റെ വിലപ്പെട്ട സമയങ്ങൾ വ്യർത്ഥമാക്കി കളയുന്ന വേദനാജനകമായ കാഴ്ച നമുക്ക് എവിടെയും കാണാം. ഒരിടത്തും പ്രത്യാശയില്ല, ആരിലും പ്രത്യാശയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ഭൂമിയിലെ അല്പായുസ് 70, ഏറിയാൽ 80. ദാവീദ് പറയും, അത് വെറും 4 വിരൽ നീളം മാത്രം. ഇന്ന് ഉദിക്കുകയും നാളെ വാടിപ്പോവുകയും ചെയ്യുന്ന പൂവിനെ പോലെ നിസ്സാരമായ മനുഷ്യൻ്റെ ആയുസ്. ഈ ആയുസ് ദൈവം നമുക്കത് എന്തിനാണ് തന്നത്? ഈ ആയുസ്സിന് എന്തിനാണ് നമുക്ക് കഷ്ടത അനുഭവിക്കുന്നത്? പത്രോസ് പറയും, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം ക്രിസ്തുവിൻ്റെ തിരുമാർവിൽ ചാരീനം അവനോട് കൂടെ ഇരിക്കണം. ആ സ്വർഗീയ ഭവനത്തിൽ ആ മണവാളൻ്റെ തിരുമാർവിൽ ചാരിയിരിക്കുന്ന മണവാട്ടിയാക്കി നമ്മെ തീർക്കണം. നമ്മെ ഓരോരുത്തരെയും ഒറ്റയ്ക്കല്ല കണ്ടേക്കുന്നത്, അനാഥരായിട്ടല്ല നമ്മെ കണ്ടേക്കുന്നത്. പിതാവായ ദൈവം നമ്മെ കാണുന്നത് ക്രിസ്തുവിലാണ്. ഈ സത്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്, ദൈവസ്നേഹമുണ്ട്. ആ സ്നേഹം നിങ്ങളെ വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പലരും അറിയുന്നില്ല. ഞാൻ ഒരിക്കലൊരു സംഭവം ഒരു പുസ്തകത്തിൽ വായിച്ചു കേട്ടു. 4 വയസ്സായ ഒരമ്മയുടെ ഏക മകൻ മരിച്ചു. ഒരു അപകടത്തിൽ മരിച്ചതാണ്. ആ മകൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അമ്മ വാവിട്ട് കരയുകയാണ്. ആരെല്ലാം ആശ്വസിപ്പിച്ചിട്ടും ആശ്വസിക്കാൻ ഒരു വഴിയുമില്ലാതെ അമ്മ വാവിട്ട് നിലവിളിക്കുകയാണ്. തൊട്ട് മുൻപിൽ ഡെഡ് ബോഡിയാണ്, സ്വന്തം മകൻ്റെ ഏക മകൻ്റെ ഡെഡ് ബോഡിയാണ്. പക്ഷേ ആത്മീക ദർശനമുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാഴ്ച കാണുന്നുണ്ട്. ഈ 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ ആത്മാവ് പർദീസിലിരിക്കുന്നു. പർദീസിൽ ഇരുന്നു കൊണ്ട് ആ കുഞ്ഞ് അമ്മേന്ന് വിളിക്കുന്നുണ്ട്. അമ്മ കേൾക്കുന്നില്ല. അമ്മ ഈ കുഞ്ഞ് ലോകപ്രകാരം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞ് പിന്നെയും ചോദിക്കുന്നുണ്ട്, അമ്മേ, ഞാനീ വിളിക്കുന്നൊന്നും അമ്മ കേൾക്കുന്നില്ലേ? ഞാൻ എവിടെയാണ്ടിരിക്കുന്നത് അമ്മ കാണുന്നില്ലേ? അമ്മ എന്തിനാണ് കരയുന്നത്? അമ്മ ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമല്ലേ? പ്രിയപ്പെട്ടവർ, മനോഹരമായൊരു സന്തോഷകാലം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ഒരു സ്വർഗീയ ഭവനം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ലോകാരംഭങ്ങൾക്ക് മുൻപേ നമുക്ക് വേണ്ടി ദൈവം ഒരു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവ സ്നേഹമാണ് നമ്മുടെ പിന്നാലെ നടന്ന് വിളിക്കുന്നത്. ദൈവത്തിലെ നീ ഏത് ഊടുവഴിയിലൂടെ നടന്നാലും, നീ ദൈവത്തെ വിട്ട് ഏതെല്ലാം വഴികളിലൂടെ നടന്നാലും നിൻ്റെ പിന്നാലെ ഈ ദൈവ സ്നേഹമുണ്ട്. എന്താണെന്നറിയാമോ? നിനക്ക് വരുവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ദൈവത്തെ നല്ലതുപോലെ അറിയാം. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യനരകത്തിൽ നീ നിത്യത മുഴുവനും കഴിക്കേണ്ടി വരുമെന്ന് ദൈവം അറിയുന്നത് കൊണ്ട് ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയും നിന്നിലാക്കി നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് അത്യധ്വാനം ചെയ്യുന്ന സമയമാണ്. നിർണായകമായ സമയമാണ്. കർത്താവ് രണ്ടാമത്തെ വരവേറ്റവും അടുത്തിരിക്കുന്ന ആസന്നമായ സമയമാണ്. ആ പ്രത്യേകത നിങ്ങൾ ഓരോരുത്തരും അറിയുക. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ, സ്തോത്രം.
ക്രിസ്തുവിൽ തന്നെ നിത്യതേജസ്സനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ആവശ്യമായ ശക്തി ദൈവം തരും. ദൈവം യഥാസ്ഥാനപ്പെടുത്തും. എന്താണ് യഥാസ്ഥാനപ്പെടുത്തുക? ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാനങ്ങനെ ധ്യാനിച്ചിട്ടുണ്ട്. ഒരു വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാനായിട്ട് ചിലപ്പോൾ 10, 18, 20 സ്റ്റെപ്പുകൾ കാണും. കൊച്ചു കുഞ്ഞുങ്ങളെ അവിടെ കയറാൻ നോക്കും. ഒരു 5 പടി കയറി ഒരു കുഞ്ഞവിടെ നിന്ന് വീണാൽ താഴെ വീണ് കിടക്കുകയുള്ളൂ. 5 പടി വീണു. ഒരു 15 പടി ഒരു കുട്ടി കയറിയെന്ന് വിചാരിക്കുമോ? 15 പടിയുടെ മുകളിൽ നിന്ന് ആ കുഞ്ഞ് വീണാലും താഴെ വന്ന് വീഴുള്ളൂ. ആ കുഞ്ഞ് കരയും. ആ കുഞ്ഞിനെ കരച്ചിൽ കേട്ടോടെ നമ്മൾ ഓടിച്ചെല്ലും. ആ കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ നമുക്കറിയാം ആ കുഞ്ഞ് ആ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണതാണ്. നമ്മൾ ഓടിച്ചെന്ന് എടുക്കും. മേലെല്ലാം തോത്ത് ഉടയ്ക്കും. ഒരു ഉമ്മയൊക്കെ കൊടുക്കും. സാരമില്ല മോനെ, കയറിപ്പൊക്കോ, കുഴപ്പമില്ല എന്ന് പറയും. താഴെ കൊണ്ട് നിർത്തും. ഇനി കയറിക്കൊള്ളാൻ പറയും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു യഥാസ്ഥാനപ്പെടുന്നത് അങ്ങനെയല്ല. ഈ ലോകത്തിലെ അപ്പനോ അമ്മയോ ഒരു കുഞ്ഞിനെ എടുത്ത് സാരമില്ല നീ കയറിക്കോ എന്ന് പറയുന്ന പോലെ അല്ല കർത്താവ് ചെയ്യുന്നത്. കർത്താവ് എന്താണ് ചെയ്യുന്നത്? താഴെ വീണ് കിടന്ന് കരയുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് കാണുമ്പോൾ അവൻ എവിടെ നിന്നാണ് വീണതെന്ന് നോക്കും. അവനെ അവിടെ നിന്ന് എടുത്ത് ആ വീണ സ്റ്റെപ്പിൽ കൊണ്ടു നിർത്തും. ഞാൻ പറയും, ആ ദൈവസ്നേഹം അവനെ ഒരു സ്റ്റെപ്പ് കൂടെ കയറ്റി നിർത്തും. മോനെ ഇനി കയറിക്കോ. അതാണ് യഥാസ്ഥാനപ്പെടുത്തുക. ദൈവം ഇതില്ലേ ഇന്ന് നീ ഏതൊരവസ്ഥയിലാണെങ്കിലും നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നവനായ ദൈവം, വലിയവനായ ദൈവം, സ്നേഹവാനായ ദൈവം, സൃഷ്ടാവായ ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ പ്രിയപ്പെട്ടവരെ, ഈ അല്പകാലത്തെ കഷ്ടം നിങ്ങൾ വേറെ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യകാല പിതാക്കന്മാർ ഓരോരുത്തരെയും നിങ്ങളെടുത്ത് നോക്കിക്കോ. അവരെല്ലാം ഈ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. കഷ്ടതയിലൂടെയാണ് ശുദ്ധീകരണവും തേജസ്കരണവും. വേറൊസ്തിലെ വാക്യങ്ങൾ തന്നെയാണ് ഞാനീ പറയുന്നത്. ഈ ഭൂമിയിൽ കഷ്ടതയിലൂടെ വിശുദ്ധീകരണവും തേജസ്കരണവും ദൈവം വച്ചിരിക്കുന്നതായ വഴിയാണ്. ആ വഴി മറികടക്കാൻ നിങ്ങൾ നോക്കരുത്. ഇതെല്ലാം നമുക്ക് നല്ലതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ച ആളായതുകൊണ്ട് എൻ്റെ അനുഭവത്തോട് ചേർത്താണ് ഞാനിത് പറയുന്നത്. ഹാബേൽ ഒന്നാമത്തെ വിശുദ്ധൻ ഒരു വിശ്വാസിയായിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവിച്ചവനായിരുന്നു. ഏറെ ജീവിക്കേണ്ടി വന്നില്ല. സ്വന്തം സഹോദരൻ, ഏക സഹോദരൻ ഈ ഹാബേലിനെ കൊണ്ടുപോയി സ്നേഹത്തോടെ അഭിനയിച്ച് കൊണ്ടുപോയി അടിച്ചു കൊന്നു. പ്രിയപ്പെട്ടവർ, ആയുസധികം നിന്നില്ല. പക്ഷെ വിശ്വാസികളുടെ പട്ടികയിൽ ഹാബേലുണ്ട്, കയീനില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഓരോരുത്തരെയും നോക്കിക്കോ. അതിനുശേഷം ദൈവത്തോടു കൂടെ നടന്ന ഒരു ഹാനോക്കുണ്ട്. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. നാം വേദത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ഹാനോക്കിനെ എല്ലാവരും പകച്ചു. ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവത്തോടുകൂടെ നടന്ന ഹാനോക്കിനെ എല്ലാവരും പകച്ചു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് സഹോദരൻ, മനസ്സാണോ? ഈ ലോകത്തിലെ കഷ്ടം ക്രിസ്തുവിനോട് സഹിപ്പാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. സമ്മതമാണോ? സ്തോത്രം. അങ്ങനെയുള്ള വീരശൂര പരാക്രമികളെയാണ് ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹാനോക്ക് ദൈവത്തോട് നടന്നു. എല്ലാവരും ഹാനോക്കിനെ പകച്ചതുകൊണ്ട് ദൈവം ഹാനോക്കിനെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുത്തു. പിന്നെ നമ്മൾ എത്രയോ വിശുദ്ധന്മാരെ കാണുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഞാൻ ഓർക്കും, ഇവരെല്ലാം ദൈവത്തോടുകൂടെ ജീവിച്ചവരാണ്. അവരെല്ലാം കഷ്ടത അനുഭവിച്ചവരാണ്. അവർ ഈ ഭൂമിയിലെ വാസം അന്യദേശവാസമായി കണ്ടവരാണ്. കൂടാരങ്ങളിൽ പാർത്തവരാണ്. പണമില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, അവർ വിശ്വാസികളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ നിങ്ങൾ നോക്കിക്കോ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ യഥാർത്ഥമായ തീരുമാനം എടുത്തുകൊണ്ടൊരു വ്യക്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവന് പോരാട്ടമുണ്ട്. പിശാചവനെ വെറുതെ വിടുകയില്ല. 1 ഇഞ്ച് മുന്നോട്ട് വിടാതെ അവനെ തടഞ്ഞുകൊണ്ടിരിക്കും. ഭീകരനായ പിശാച്. ഓർത്തോണം, അവൻ ഈ മനുഷ്യൻ്റെ ബലഹീനതകളെല്ലാം അറിയാം. അവൻ ദൈവത്തോടുകൂടെ സ്വർഗീയ സിംഹാസനത്തിൻ്റെ അരികിൽ ഒരിക്കലുണ്ടായിരുന്നവനാണ്. ദൈവത്തിൻ്റെ സകല ജ്ഞാനം അവന് കിട്ടിയതാണ്.
അഹങ്കാരത്താൽ അവൻ പാപം ചെയ്തപ്പോൾ, പ്രവൃത്തിയില്ല, അഹങ്കാരത്താൽ അവൻ പാപം ചെയ്തപ്പോൾ ദൈവം അവൻ്റെ പൊന്നുകൊണ്ടുള്ള ശരീരവും ദൈവത്തിൻ്റെ തേജസ്സും എടുത്തിട്ട് അവനെ വെട്ടി താഴേക്കിട്ടു. അവൻ്റെ അറിവ് അവൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ കഴിവ് അവൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ കൗശലങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ തന്ത്രങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. മറക്കരുത്. ദുഷ്ടനായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു നോക്കിക്കൊണ്ട് ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു. ആരെ വിഴുങ്ങാൻ കിട്ടുമോ നോക്കിക്കൊണ്ട് നടക്കുന്നു. മറക്കരുത്, അവന് ശരീരമില്ല, അവന് പാപം ചെയ്യാൻ വലിയ മോഹമാണ്. ഈ മോഹത്തിന് നിവർത്തിക്ക് അവന് ശരീരം കിട്ടിയേ പറ്റൂ, മനുഷ്യനെ കിട്ടിയേ പറ്റൂ. ഓർത്തോണം, സാത്താന് പാപത്തിന്മേലുള്ള ആ മോഹം, ആ പാപത്തിന് വേണ്ടി ആരെല്ലാം ഹൃദയത്തിൽ മോഹിക്കുന്നുണ്ടോ അവൻ്റെ ഹൃദയം തുറന്നിരിക്കും. സാത്താനുടെ ഹൃദയത്തിൽ കടന്നിരിക്കും. വേറെ പാസ്പോർട്ട് NOC ഒന്നും വേണ്ട. അത് അവൻ അവകാശപ്പെട്ടതാണ് ആ ഹൃദയം. സഹോദര സഹോദരി, പാപത്തോട് ശകലമെങ്കിലും നിനക്ക് മോഹമുണ്ടോ, ഊറിയ രസമുണ്ടോ? നമുക്കതിനോട് യാത്ര പറയാം. അന്ത്യകാലമായില്ലേ, കർത്താവ് വരാറായില്ലേ, ഇനി എത്ര നാൾ അവശേഷിക്കുന്ന നാളുകൾ? 5 മണി നേരം, ഇനി അല്പനേരം. ആ 5 മണി നേരത്ത് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്തവനും കിട്ടി ഒരു വെള്ളിക്കാശ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർക്കും കിട്ടും ഒരു വെള്ളിക്കാശ്. നിത്യജീവൻ ദൈവം തരും. നമുക്ക് പാവങ്ങളോട് യാത്ര പറയാം. സ്തോത്രം. ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കും, അബ്രഹാമിൻ്റെ മകനായ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മകനായ, അനുസരണമുള്ള ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്, ആ വീട്ടിൽ, മമ്രയുടെ തോപ്പിൽ, അബ്രഹാം മുതൽ പാർത്തു വന്നതായ ആ വീട്ടിൽ, അനുഗ്രഹിക്കപ്പെട്ട ആ ഭവനത്തിൽ യാക്കോബ് വസിക്കുമ്പോൾ, യാക്കോബ് കൂടാരവാസിയായിരുന്നു, സുഖിമാനായിരുന്നു. അമ്മയുടെ കൂടെ അടുക്കളയിൽ ഇങ്ങനെ നടക്കും, പാചകമൊക്കെ പഠിച്ചു, നല്ല രുചികരമായ ആഹാരം ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. അമ്മയുടെ തണലിൽ ആ ശീതള ഛായയിൽ നല്ല സന്തുഷ്ടമായ ജീവിതം നയിച്ചു വന്ന യാക്കോബ് ഒരു 40 വയസ്സ് കഴിഞ്ഞു. ഒരു ദിവസം നിന്ന നിപ്പിൽ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. എല്ലാം സ്വർഗത്തിൻ്റെ പ്ലാനാണ്, ദൈവിക പദ്ധതിയാണ്. നല്ല ഒന്നാന്തരം ചുവന്ന പായസം ഉണ്ടാക്കാൻ അറിയാം, വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ പാകം ചെയ്യാനറിയാം. അമ്മയുടെ കൂടെ പാചകശാലയിൽ നിന്നെല്ലാം ഉണ്ടാക്കിയവനാണ്. വീട് വിട്ട് പുറത്തിറങ്ങാഞ്ഞവനാണ്. നല്ല സുഖമായ, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെയാണ്. എന്നാൽ നിന്നനിപ്പിൽ ഒരു ദിവസം മധ്യപ്രഭാതത്തിൽ അവൻ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. അമ്മ കയ്യിൽ കൊടുത്ത ഒരു അപ്പപ്പൊതിയും ഒരു കുപ്പി വെള്ളവും, മോനെ ഓടിക്കോ ഇല്ലെങ്കിൽ ഏശാവ് നിന്നെ കൊല്ലും. പ്രാണഭീതിയോടെ യാക്കോബ് ഓടേണ്ടി വന്നു. പ്രിയപ്പെട്ടവർ, എന്തിനറിയാമോ? യാക്കോബ് താഴേണ്ടിയിരിക്കുന്നു. യാക്കോബ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ദൈവമാക്കേണ്ട സ്ഥാനത്തേക്ക് യാക്കോബിനെ ഉയർത്തണമെങ്കിൽ യാക്കോബ് സ്വയം താഴ്ത്തേണ്ടിയിരിക്കുന്നു. അവൻ ഇപ്പോൾ നിൽക്കുന്നതായ അവൻ്റെ വീട്ടിൽ ആ സുഖ സൗകര്യങ്ങളും ആ മനോഹരമായ ശീതള ഛായയിലുള്ള ജീവിതവും അവനെ പരുവപ്പെടുത്താൻ ദൈവത്തിന് സാധ്യമല്ല. സ്തോത്രം. സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങി വന്നപ്പോൾ യാക്കോബ് ഓടി, ഇറങ്ങിയോടി. എങ്ങോട്ടാണ് ഓടുന്നത്? 600 നാഴിക ദൂരമുള്ള അമ്മയുടെ ഭവനത്തിലേക്കാണ് പോകേണ്ടത്, ഹാരാനിലേക്ക്. 600 നാഴിക എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 600 മൈലാണ്. വിജനമായ മരുപ്പറമ്പിലൂടെ, മരുഭൂമിയിലൂടെ പോണം. പോയിട്ടില്ല, പരിചയമില്ല. കൂടാരവാസിയായ ആ യാക്കോബ് ആരോരുമില്ലാത്തവനായ ആ മരുഭൂമിയിലൂടെ ഓടി. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയും ആ ഒരു ദിവസം 70 മൈൽ ഓടിയെന്ന്. എന്നുള്ളവരെ കൊണ്ട് സാധിക്കുമോ? ഒരു ദിവസം 70 മൈൽ ഓടാനോടുമോ മരുഭൂമിയിലൂടെ? ഒരു കഷ്ണം അപ്പം കിട്ടാനില്ല, ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, ഒന്ന് വിശ്രമിക്കാൻ സ്ഥലമില്ല, തണലില്ല. മരുഭൂമിയിലൂടെ
അത് ദൈവികമായ വഴിയാണ്. ദൈവവേദിലെ ഈ ഭൂമി നിനക്ക് മരുഭൂമിയാണ്. ഇത് അന്യദേശവാസമാണ്, ഇത് കൂടാരവാസമാണ്. ഇവിടെ നിനക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ല. നീ ഒന്നിലും ആശ്രയിക്കരുത്. ഏകയാശ്രയം ദൈവം. സ്തോത്രം. നിന്നെ സഹായിക്കാൻ നിന്നോട് കൂടെ ഒരുവരില്ലേ, അവനല്ലേ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ഇമ്മാനുവേലാൻ ദൈവം, നിന്നോട് കൂടെ വസിക്കുന്ന ദൈവം. നിന്നെ വിട്ടിട്ടങ്ങ് അകന്നു മാറി നിൽക്കുന്ന ദൈവമല്ല, നിന്നോട് കൂടെ പോരുന്ന ദൈവം. ആ ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്നും നിന്റെ കൈപിടിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾ ഇപ്പോൾ പ്രാപിക്കണം. സാധിക്കും പ്രിയപ്പെട്ടവരെ. സ്തോത്രം. യാക്കോബ് ഓടി 70 മൈൽ ദൂരം ഓടി. ബേർശേബ മരുഭൂമിയിലെത്തി. തളർന്നു. അപ്പമില്ല, വെള്ളമില്ല, തണലില്ല. വിശന്ന് ദാഹിച്ച് പൊരിഞ്ഞ് വലഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് യാക്കോബ് അങ്ങ് നിൽക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു. വളരെയേറെ അർത്ഥങ്ങളുണ്ട്. മുന്നിൽ വഴി കണ്ടുകൂടാ. പോയിട്ടില്ലാത്ത വഴി, പരിചയമില്ലാത്ത വഴി. ഇത് അന്ധകാരം. എന്ത് ചെയ്യും? സ്തോത്രം. ഞാനിങ്ങനെ ധ്യാനിക്കും. തപ്പിത്തടഞ്ഞവിടെ ഇരുന്നു. ഒരു കല്ല് കയ്യിൽ കിട്ടി. പാവം. ആ കല്ല് തലയടിയായി വെച്ച് കിടന്നു. ഞാൻ അനാഥനായി പോയല്ലോ, ഞാൻ ആരോഗ്യമില്ലാത്തവനായി പോയല്ലോ. ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണല്ലോ. ഇതുവരെയും ഞാനിങ്ങനെ കിടക്കേണ്ട വന്നിട്ടില്ലല്ലോ. യാക്കോബ് നിരാശനോടെ കിടക്കുകയാണ്. ആ ബേർശേബ മരുഭൂമിയിൽ ഒരു കല്ല് തലയടിയായി വെച്ചുകൊണ്ട് യാക്കോബ് നിരാശനായി കിടക്കുകയാണ്. അതിനെ കിടക്കുന്ന ദൈവവേദിയിലെ നിരാശയിലാണോ? നീ എന്നെ ഭാരത്തിലാണോ? ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ പോകുന്നില്ലല്ലോ. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ. ഒരു അനാഥനെ പോലെ ഇന്ന് നീ അലയുകയാണോ, വലയുകയാണോ? ക്ഷീണം കൊണ്ട് യാക്കോബെ തളർന്നു തുടങ്ങിപ്പോയി. ശരിയാണ്. സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ അനുസരണമുള്ള മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്, ദൈവം കണ്ട ദൈവവൈതൽ വഴിയാത്രയിൽ തളർന്നു കിടക്കുന്നു. സഹോദര, ഇത് നിന്റെ ചിത്രമാണോ? ഇത് നിന്റെ സ്വന്തം അനുഭവമാണോ? ദൈവവുമായി ബന്ധമില്ലാതെ, വിശുദ്ധ ജീവിതമില്ലാതെ, നാവിൽ ആത്മാവിൻ്റെ സ്തുതിയില്ലാതെ, നീ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ പോകാതെ ഇന്ന് നീ തളർന്ന അവശനായി കിടക്കുകയാണോ? ജീവിതത്തിൽ നിന്ന് കുമിഞ്ഞു പോകുന്നത് നിരാശയുടെ ചിന്തകളും ഭാരങ്ങളുമാണോ? ശാന്തമാനുകൾ ചിന്തിക്കൂ. അത് ഏറ്റെടുക്കാൻ ഒരുവൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ. യാക്കോബ് ആ മരുഭൂമിയിൽ, ആരോരുമില്ലാത്ത മരുഭൂമിയിൽ, വീട്ടിൽ നിന്ന് 70 മൈൽ അകലെ ബേർശേബ മരുഭൂമിയിൽ, ഔഷരമായ ഭൂമിയിൽ, ആ ചുട്ടുപൊള്ളുന്ന മണലിൽ മണൽക്കാറ്റേറ്റ് വലഞ്ഞ യാക്കോബ് ആ മണൽപ്പുറത്ത് കിടന്ന് പാവമുറങ്ങിപ്പോയി. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ മനോഹരമായി ഇത് വിവരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ആ മണലിൻ്റെ പുറത്ത് ഒരു കരിങ്കല്ല് തലയടിയായി വെച്ച് കിടന്ന യാക്കോബ് ഉറങ്ങിപ്പോയി. യാക്കോബിൻ്റെ ചിന്താഗതികളെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. അവനെ അനുഗമിക്കുന്നവനായൊരു ദൈവമുണ്ട്. യാക്കോബിനെ അറിഞ്ഞുകൂടാ. ഞാൻ ആരോരുമില്ലാത്തവൻ, ഞാൻ വീട് വിട്ടു, അപ്പനും അമ്മയും വിട്ടു, ആരോരുമില്ലാതെ ഞാൻ മരുഭൂമിയിൽ അലയുന്നു. ഇതാണ് യാക്കോബിൻ്റെ ധാരണ. എന്നാൽ നാം എന്താണ് വായിക്കുന്നത്? 10-ാം വാക്യം പോലെ നമുക്ക് വായിച്ച് കിടക്കാം. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. മനോഹരമായൊരു കാഴ്ച യാക്കോബ് കാണുകയാണ്. ദൈവം മനോഹരമായൊരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നൊരു ഗോവണി. ഏതാണ് ആ ഗോവണി?
ധ്യാനിക്കുന്ന ആത്മാവേ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന യാക്കോബിന്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവമാതാവിന് കൊടുത്ത വാഗ്ദത്ത സന്തതി അവൻ എന്നും ഇറങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. വേദോസ്തരില്ല, പക്ഷേ ഞാൻ ധ്യാനിക്കും. ആ കോവിലയുടെ ഇങ്ങേ തുമ്പ് ആ കോവിന്റെ ഹൃദയത്തിൽ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യും, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാറവീടുമാകുന്നു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയമേധവിധം. ധ്യാനിക്കുന്ന ആത്മാവേ, നീ ആരാണ്? സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാറവീടുമാകുന്നു. സ്വർഗസ്വനായ ദൈവത്തിന് കാല് വയ്ക്കാൻ ഒരിടം വേണം. എവിടെ ഉണ്ടായിടം? സഹോദരാ, നിന്റെ ഭവനത്തിൽ ഇടമുണ്ടോ? നിന്റെ ജീവിതത്തിൽ അവനിടമുണ്ടോ? നിന്റെ ഹൃദയത്തിൽ അവനിടമുണ്ടോ? നീ അവന് ഷെയർ കൊടുത്തിട്ടുണ്ടോ? നിന്റെ ജീവിതയാത്രയിൽ അവന് നീ എന്ത് സ്ഥാനം കൊടുത്തിട്ടുണ്ട്? എന്ന മനോഹരമായ ഈ സമയം ദൈവം നിന്നെ പീഡിച്ച് നിർത്തി നിന്റെ ഹൃദയത്തിൻ്റെ വാതിക്കലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവം നിന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്നുവരെ നീ അവന് സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ അതാണ് നിന്റെ കുഴപ്പം, അതാണ് നിന്റെ കുറവ്. എന്നാൽ ഒന്നുമില്ലാത്തവനായി, ആരുമില്ലാത്തവനായി, ഭവനത്തിൽ നിന്നല്ല അന്യപ്പെട്ടവനായി ബേർശേബ മരുഭൂമിയിൽ തളർന്നുറങ്ങുന്ന യാക്കോബിനോട് ദൈവം ഇടപെടുകയാണ്. അതെ, ഇന്ന് ഈ മനോഹരമായ സമയം ദൈവം നിന്നോട് ഇടപെടുകയാണ്. ആ സ്വർഗീയ ഗോവടി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ഗോവടി, അത് ലോകത്തിൽ ഒരേ ഒരുവനേ ഉള്ളൂ, ഒരു കർത്താവായ യേശു ക്രിസ്തുവാണ്. മറക്കരുത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വേറെ ആരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഏലിയാവ് പോയ സ്വർഗത്തിലേക്കല്ല, പർദീസയിലേക്കാണ്. സ്തോത്രം. വലത്തെ ഭാഗത്തെ കള്ളം പോയതും പർദീസയിലേക്കാണ്. വിശുദ്ധന്മാരെല്ലാം പോയിരിക്കുന്നത് പർദീസയിലേക്കാണ്, സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഗോവണി, യാക്കോബിനോട് സന്ധിക്കുന്ന ഗോവണി, യാക്കോബ് കാണുന്ന ഗോവണി, ഇന്ന് നിന്നോട് വാരിക്കുന്ന ഈ ഗോവണി കർത്താവായ യേശു യാക്കോബിനോട് മാത്രമല്ല നിന്നോടും വാരിക്കുകയാണ്. സ്തോത്രം. ദൈവം എന്താണ് എന്നോട് പറഞ്ഞത്? ഭൂമിയിൽ വെച്ചിരിക്കുന്നൊരു ഗോവണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. മറക്കരുത്. നിന്റെ പിന്നാലെ ദൈവസ്നേഹം നടക്കുകയായിരുന്നു. മാലാഖമാർ നിനക്ക് കാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. നീ അറിഞ്ഞില്ല മകനെ. മകളെ, നീ അനാഥയാണെന്ന് നീ കരുതണ്ട. നിനക്ക് വേണ്ടി കാവൽ മാലാഖമാർ കരുതുന്നുണ്ട്, നീ അറിയുന്നില്ല. സ്നേഹവാനായ ദൈവമെല്ലാം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ. സ്തോത്രം. മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബിന്റെ യുഗം. എന്തിന്? യാക്കോബേ, നിന്റെ ലക്ഷ്യം മാറേണ്ടതാണ്. നിനക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ ഇതൊന്നുമല്ല വഴി. ഈ ഗോവണിയിലൂടെ നീ കടക്കുക. ഓരോ സ്റ്റെപ്പും നീ കയറുക. അതിൻ്റെ മുകളിലത്തെ തല സ്വർഗത്തിൽ. തീർന്നല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ പരിപൂർണ വാക്യത്തിൽ കാണാം, ആ സ്വർഗത്തിൽ നിന്നുകൊണ്ട്, അതിന് മീതെ നിന്നുകൊണ്ട്, ഗോവണിക്ക് മീതെ നിന്നുകൊണ്ട് യഹോവ അരുളി ചെയ്തു. 13-ാം വാക്യം. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. സ്തോത്രം. പ്രിയപ്പെട്ടവര്, നിരാശയോടെ, ഭാരത്തോട്, തളർന്ന്, ആരോരുമില്ല എന്ന് പറഞ്ഞ്, ജയജീവിതമില്ല എന്ന് പറഞ്ഞ് തളർന്ന് കിടക്കുന്ന ദൈവം ഇതിൽ നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവത്തിനോട് പറയുന്നു, ഞാൻ നിനക്കുണ്ട്, ഞാൻ നിനക്കെല്ലാം തരാം. ഈ ഭൂമിയെ ഞാൻ നിനക്ക് സന്തതിക്ക് ശാശ്വതാവകാശമായി തരാം. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ആരുടെ ഇപ്പം പറയും, കർത്താവേ, എനിക്ക് ഈ ഭൂമിയിൽ അവകാശം വേണ്ട. സ്തോത്രം. നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ എനിക്ക് അവകാശം വേണ്ട. എനിക്ക് നിന്നോടുള്ള പങ്ക്, എനിക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ യെരൂശലേമിൽ, നീ എനിക്ക് വേണ്ടി ഒരുക്കുന്നതായ ഭവനത്തിൽ എനിക്കിതിൻ്റെ തിരുമാറിൽ ചാരി നിന്നാൽ മതി. ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? അതിനുവേണ്ടി യാക്കോബിനെ ഒരുക്കുന്ന സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് നിങ്ങളെയും ഒരുക്കുന്നു. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തുറക്കാം.
നമുക്ക് കർത്താവിൻ്റെ ഒരു വാക്ക് പറയാം. കർത്താവ്, എൻ്റെ ജീവിതം മുഴുവനും അറിയുന്ന നല്ലവനായ ദൈവമേ, ഞാനിതാ എൻ്റെ ജീവിതം ഒരു വ്യവസ്ഥയും കൂടാതെ ഇപ്പോൾ നിനക്ക് കൈമാറുന്നു. കർത്താവ്, എന്നെ ഏറ്റെടുക്കാൻ നീ മതിയായവനാണ്. അവിടെ നിൻ്റെ സൃഷ്ടാവാണ്. അവിടുത്തെ തൃക്കരം എൻ്റെ മേൽ നീട്ടണമേ. തിരു രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ശത്രുവിൻ്റെ സകല അവകാശത്തെ മേൽ നീക്കണമേ. അവിടെ നീ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ ഉടയവനും എൻ്റെ നാഥനുമായി നീ എൻ്റെ ഹൃദയത്തിലിരിക്കണമേ. എന്നെ നടത്തണമേ, എന്നെ നയിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ. സമർപ്പിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവെ കൃപയിൽ പൊരിഞ്ഞുകൊള്ളണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.